മലയാള സിനിമാ നടിമാർക്ക് ഐക്യദാർഢ്യം അറിയിച്ച് പാലക്കാട് AYF സിനിമാ മാഫിയയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, എവിടെയായിരുന്നു പ്രതിഷേധം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, പാലക്കാട് അഞ്ചുവിളക്കിലാണ് ഇപ്പോൾ AYFന്റെ പ്രതിഷേധം പുരോഗമിക്കുന്നത്. ഭരണകക്ഷിയിൽ നിന്നുള്ള തന്നെയുള്ള ഒരു യുവജന സംഘടനയുടെ പ്രതിഷേധം നടക്കുകയാണ് ഈ വിഷയത്തിൽ. ഇവർ പ്രതീകാത്മകമായി കത്തിച്ച ഈ കോലം ഈ മലയാള സിനിമയിൽ ഒരു മാഫിയ പോലെ പ്രവർത്തിക്കുന്ന 15ഓളം നടന്മാരുണ്ട് എന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. അവരാണ് ഈ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത്, അവർക്ക് വഴങ്ങാത്ത ആളുകളെ നിയന്ത്രിക്കുന്നത്, അവരെ ചൊൽപ്പടിക്ക് നിർത്തുന്നത്. അവർക്കെതിരെയുള്ള കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ AYFന്റെ പ്രതിഷേധം പുരോഗമിക്കുന്നത്. 15 പേരെയും പ്രതീകാത്മകമായി കാണിച്ചുകൊണ്ടാണ് ഈ കോലം കത്തിച്ചിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. AYF ഭാരവാഹികളുടെ പ്രതികരണം നമുക്ക് തേടാം. ഇത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കോലം നിങ്ങൾ കത്തിച്ചത്? ഇവിടെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന അല്ലെങ്കിൽ അതിൽ സൂചിപ്പിക്കുന്ന ഏതാണ്ട് 15ഓളം വരുന്ന ആളുകളെ പീഡകന്മാരായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവരുടെ എല്ലാം തന്നെ പേര് വിവരങ്ങൾ പുറത്തു വിട്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച അവരെ പൊതുസമൂഹത്തിൽ വിചാരണ ചെയ്യപ്പെടുകയും അവർക്കെതിരെ നിയമ നടപടിക്ക് സാധ്യതയുണ്ടെങ്കിൽ അതുൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് AYF ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള ഈ മേഖലയിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടു കൂടിയിട്ട് നടപ്പിലാക്കണമെന്നാണ് AYF. കാര്യം കൂടെ, അപ്പോൾ സർക്കാർ 4.5 വർഷത്തോളമാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്. അപ്പോൾ ഇതിപ്പോൾ പുറത്തു വന്നതിന് ശേഷം നടപടിയെടുക്കുമെന്ന് പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? AYFന് അതിലൊരു അഭിപ്രായം അല്ല, ഇതിൽ AYFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മേഖലയിൽ, സിനിമാ മേഖലയിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും അതിനെതിരായിട്ട് ശബ്ദമുയർത്തുകയും ചെയ്ത കേരളത്തിലെ ഏക രാഷ്ട്രീയ നേതാവ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് കാനം രാജേന്ദ്രനായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് സമരത്തിന് AYF ഇതിനു മുമ്പും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് ഇവിടെ പുറത്തു വന്നത്, ഈ റിപ്പോർട്ട് അന്വേഷിക്കാൻ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ കമ്മീഷനെ ഏർപ്പാടാക്കുകയും അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത്. പക്ഷേ അതിൽ സ്വകാര്യത എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അതിനെ മുടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല കോണുകളിൽ നിന്നുള്ള ഇടപെടലുകളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടതുപക്ഷം അതിനെതിരായിട്ട് അത്തരം ഒരു സമീപനവുമായി ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോകുമെന്ന് പോയിട്ടുണ്ടെന്ന് AYF വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്ത് തന്നെ ആയാലും ഇത് ഈ കടമ്പകളെല്ലാം തന്നെ കടന്ന് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ടിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള സമീപനം നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാവണമെന്നാണ് AYF ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും അവരുടെ പ്രതിഷേധം ഏതാണ്ട് അവസാനിക്കുകയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് തെരുവിലും AYF കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വേണു, പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. AYFന്റെ പ്രതിഷേധമാണ് അവിടെ കണ്ടത്. സിനിമാ മാഫിയയുടെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം.